ഇന്ന് രാവിലെ എഴുന്നേറ്റ് ട്രംപിൻ്റെ പ്രസംഗം കേൾക്കാനിരുന്നു. മെനക്കേടായിപ്പോയി. അപ്പോൾ അത് എന്തോ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ വഷളത്തരങ്ങൾ വിളിച്ചു പറയുന്നു. ഇറാനിലുള്ള ആളുകളെയൊക്കെ ലുണാറ്റിക്സ്, ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്നു. ഒരാൾ മറ്റൊരു ഭ്രാന്തനെന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് ഭ്രാന്തമുണ്ടോ ഇല്ലെന്ന് ആദ്യം ചിന്തിക്കണം. അത് കഴിഞ്ഞല്ലേ ബാക്കി ഭ്രാന്തന്മാരെ പറയാൻ പറ്റുള്ളൂ. അവരെ ജന്മനാടിനെ കാക്കുന്ന ആളുകളെ ഭ്രാന്തന്മാരെന്നാണ് ഇയാൾ വിളിക്കുന്നത്. അവിടെ കയറി ആക്രമിക്കാൻ പോയി ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല, മാനസിക നിലയിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ കണക്കുകൾ പറയുന്നുണ്ട്. അവിടെ പത്രക്കാരുടെ ചോദ്യങ്ങൾക്കെല്ലാം അന്തസ്സായിട്ട് മറുപടി പറയുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാരെ പോലെ അല്ല. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അടുത്തൊന്നും ഈ ചോദ്യമൊന്നും ചോദിക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഇയാളുടെ ഇഷ്ടം പോലെ ചോദ്യം ചോദിച്ചാൽ എല്ലാവർക്കും അവിടെ നിന്ന് ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവരുടെ അടുത്തും മറുപടി പറയുന്നുണ്ട്. പറയുന്നതൊക്കെ ഒരേ കാര്യം തന്നെ എന്നുള്ളതേ ഉള്ളൂ. നമ്മളിത് യുദ്ധം ജയിച്ചു, അമേരിക്ക. എങ്ങനെ ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം ജയിച്ചു. കാരണം അവിടെ ഇനി മേലാൽ ഇറാന് യുറേനിയം സമ്പുഷ്ടീകരിച്ച് അണുബോംബ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ എല്ലാം തകർത്ത് കഴിഞ്ഞു. അവർക്കിനി അതിനുള്ള മാർഗമില്ല. അവരുടെ നാവികശേഷി മുഴുവൻ തകർത്ത് കഴിഞ്ഞു. കാരണം അവരുടെ ആദ്യം 50 കപ്പലെന്ന് പറഞ്ഞു, പിന്നെ 51 കപ്പലുകൾ മുക്കി എന്ന്. അത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയെന്നാണ് അവരുടെ 51 കപ്പലുകൾ, പടക്കപ്പലുകൾ മുക്കിയെന്ന്. പിന്നെ അവരുടെ വിമാനങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേറെ മാർഗമൊന്നുമില്ലാതായി. പിന്നെ അവർ ഇങ്ങനെ ഈ യുദ്ധം ചെയ്തില്ലായിരുന്നു, നമ്മൾ യുദ്ധം ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവർ അണുബോംബ് എന്നേ ഉണ്ടാക്കിപ്പോയനെ. ഉണ്ടാക്കി എന്നേ നമ്മുടെയൊക്കെ ദേഹത്ത് ഈ അണുബോംബ് ഇട്ടാനെ. കണക്കൂട്ടുകയാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളെ, അതായത് UAE, അതേപോലെ സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ഇവർ കീഴടക്കി അവരുടെ രാജ്യത്തോട് ചേർത്താനെ. എത്രയോ വർഷങ്ങളായിട്ട് ഇറാൻ അവിടെ ഉണ്ട്. ഇന്ന് വരെയും അവർ ഈ ഒരു രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നില്ല. ഇപ്പോൾ അവരെ ആക്രമിക്കാൻ കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ സാന്നിധ്യമാണ് അവിടെ. ആ ബേസുകൾ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്, വേറെ കാര്യമൊന്നുമല്ല. ഇതാണ് കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് ഇനി വേറെ അവരുടെ എല്ലാ റിസോഴ്സസും തകർത്തു പറയുകയാണ്. എന്ത് നേട്ടമെന്നറിയാം ഉണ്ടാക്കിയേക്കുന്നത്. അവരെ അക്ഷരാർത്ഥത്തിൽ അവിടെ പട്ടിണിയിലായി. എന്തൊരു സന്തോഷം! പെസഹ വ്യാഴാഴ്ചയായിട്ട് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ് അയാൾ വിളിച്ചു പറയുന്നത്. പിന്നെ അതുകൂടാതെ അവർ എല്ലാം ആയി. അവർക്ക് ശക്തിയില്ല, മിലിറ്ററി ശക്തി നശിച്ചു, അവരുടെ എല്ലാവിധ റിസോഴ്സുകളും തകർത്തു. അവിടെ അവർക്ക് പണമില്ലാതായി, അവർ പരക്കം പായുകയാണെന്നാണ് ഇറാൻ. അവരിതിനൊന്നും മറുപടി പറഞ്ഞില്ല കേട്ടോ. ഇതാണ്. എന്നിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഇനി എന്ന്, അല്ല ഇതിപ്പോൾ എന്താ ഉദ്ദേശിച്ച്, ഞങ്ങൾ ഉടൻ യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങൾ മടങ്ങുകയാണ് അമേരിക്ക, ബാക്കി ആവശ്യമുള്ളവർ വേറെ പോയി യുദ്ധം ചെയ്തോട്ടെ. എന്നിട്ട് അയാളുടെ കഴിവുകളാണ്, നേട്ടങ്ങളാണ് ഈ വിളിച്ചു പറയുന്ന ബാക്കി കാര്യങ്ങൾ. വെനിസ്വേല ഞങ്ങൾ ശരിയാക്കി എന്ന് പറഞ്ഞാൽ അത് പിടിച്ചെടുത്തു. അവിടുന്ന് 10 മില്യൺ ബാരൽ കേട്ടോ എണ്ണ, ക്രൂഡ് ഓയിൽ അവിടുന്ന് ഇതുവരെ എടുത്തു കഴിഞ്ഞു, അമേരിക്കയെ കൊണ്ടുവന്നു. അത് ഹ്യൂസ്റ്റണിൽ വെച്ച് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് വലിയ നേട്ടമെന്നറിയോ? ഒരു രാജ്യത്തെ മൊത്തമായിട്ട് പിടിച്ചടക്കി എടുത്തിട്ട് പറയുന്ന വർത്തമാനമാണ് ഇത്. ഇനി ക്യൂബയ്ക്ക് ഇനി ഒരു മാർഗവുമില്ല. ഞങ്ങളതെല്ലാം കട്ട് ചെയ്തു. അവർക്ക് ക്യൂബയിലേക്ക് നിരോധനമൊക്കെ ഏർപ്പെടുത്തി, ഉപരോധമാണ്. അതുകൊണ്ട് ക്യൂബ പാടിലാണ്. ഇനി ഉടനെ തന്നെ ക്യൂബ അവിടേക്കും കടന്നു കയറും, ക്യൂബയും പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഇയാൾ പറയുന്ന വർത്തമാനം. എന്ത് ഭീഷണിയെന്ന് ആലോചിച്ച് നോക്കിയോളൂ ലോകത്തിന്. ഇപ്പം ലോകഭീകരൻ എന്ന് പറയുന്ന ആരാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് വേറൊന്നും ഇത് ചിന്തിക്കാനില്ല. ഇത് കഴിഞ്ഞ് പത്രലേഖകർ വീണ്ടും ചോദിച്ചു, നമുക്ക് വിജയം എന്താണ്? ഇതാണ് വിജയം? ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളെയും എന്നേ ഇറാൻ തകർത്തേനെ. അതാണ്. ഇനി അവർക്ക് വർഷങ്ങൾ, വരുന്ന ഒരു 10 വർഷത്തേക്ക് ഇവർക്ക് ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല എന്നാണ്.
ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, മെനക്കേടായിപ്പോയി. വെറുതെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് വന്നിരുന്നത് കേട്ടു. യാതൊരു കാര്യവുമില്ലായിരുന്നു. ഇതിന് മറുപടിയായിട്ട് അതായത് ഇറാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. ഇറാൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റിപ്പബ്ലിക്കൻ ടി വിയിൽ നിന്ന് അർണാബ് ഗോസ്വാമി ഒക്കെ ചോദിച്ചതാണ്. അവരെല്ലാം ഇറാനിലെ നേതാക്കളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ വളരെ നല്ല നീറ്റായിട്ടാണ് മറുപടി പറയുന്നത്. അവർ പറഞ്ഞു, ട്രംപ് ഈസ് നോൺ ഫോർ ഈസ് ബ്ലഫിങ് ആൻഡ് ലൈങ്. അതായത് കളവ് പറയുന്നതിനും ചുമ്മാതെ വായിട്ട് നാക്കിട്ട് അലയ്ക്കുന്നതിനും ഒരു ബോധമില്ലാതെ അതിനെ ബ്ലഫിങ് പറയുന്നതിനും പേര് കേട്ട ആളാണ് ട്രംപ് എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അവർ വേറൊന്നും പറയാൻ പോയില്ല. എന്നിട്ട് ഈ ബാക്കി ഉള്ള US-ൻ്റെ തന്നെ യുദ്ധകാര്യ വിദഗ്ധരും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നവർ അവർ ചാനലുകളിൽ മറുപടി പറയുന്ന ഞാൻ കേട്ടു. അതായത് NDTV-യിലും അതുപോലെ ഇന്ത്യ ടുഡേയിലും പിന്നെ റിപ്പബ്ലിക്കൻ ടി വിയിലും ഒക്കെ പറയുന്നത് കേട്ടത് എന്താണെന്നറിയാം. വളരെ അവർ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിസ്റ്റം അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക്, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അവരുടെ മിസൈലെല്ലാം തീർന്നു. അവർ 1000 മിസൈലാണ് UAE-യിൽ മാത്രം ഇട്ടത് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇതുണ്ട്. ഇവരുടെ കയ്യിൽ ഇനി എന്തോ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഏതായാലും കംപ്ലീറ്റ് അങ്ങ് തീർത്തു മുഴുവൻ. അപ്പോൾ അതിൻ്റെ രസകരമായ ഒരു കാര്യം ഉണ്ടായത്, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക ഇഞ്ഞും മാറും. നെതന്യാഹു മാറാൻ തയ്യാറല്ല യുദ്ധത്തിൽ നിന്ന്. ഇസ്രായേൽ അത് യുദ്ധം കണ്ടിന്യൂ ചെയ്യും. ഇനി മാറിയാൽ പോലും ലെബനൻ്റെ ഒരു ഭാഗം അവർ ഓക്യുപ്പൈ ചെയ്തത് അവിടുന്ന് മാറത്തില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോഴും അയാൾക്ക് ആവശ്യം. കാരണം അയാൾക്ക് അവിടെ നിന്ന് പഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ന് ഇതുപോലെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അയാൾക്ക് അല്ലാത്തറേ നിൽക്കാനൊക്കത്തില്ല. ഇതാണ് പ്രശ്നം. എന്നിട്ട് അയാൾ പറഞ്ഞ വർത്തമാനം കൂടെ ഉണ്ട്. ഇസ്രായേൽ പറയുന്നത് ഇനി പുതിയ അലൈസ് വരണം. കാരണം അമേരിക്ക പോവും എന്നുള്ള ഉറപ്പായി. അമേരിക്ക വേറെ മാർഗമൊന്നുമില്ല, അമേരിക്കയ്ക്ക് പോയേ പറ്റുള്ളൂ അവിടുന്ന്. ഇല്ലെങ്കിൽ ഇത്രയും നഷ്ടം ഇനി സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അമേരിക്കയിലെ 63% ജനങ്ങൾ ഈ യുദ്ധത്തിനെതിരാണ്. 73%. 27% മാത്രമേ ഉള്ളൂ ഈ യുദ്ധത്തിനെ അനുകൂലിക്കുന്നവർ. ബാക്കി 73% ജനങ്ങളും ഈ യുദ്ധത്തിനെതിരാണ് അമേരിക്കയുടെ. അപ്പോൾ ട്രംപിന് വേറെ നിൽക്കക്കള്ളിയില്ല, മാറിയേ പറ്റുള്ളൂ. എങ്കിലും വലിയ വിജയം ആഘോഷിക്കുകയാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെ ഒരു ശരിയായ മാനസിക രോഗി കാണിക്കുന്ന എല്ലാ ചേഷ്ടകളും അയാൾ കാണിക്കുന്നുണ്ട്. മുഴുവൻ കാണാം നമുക്ക്. അതെല്ലാം മുഴുവൻ അതിൽ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം അതായത് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എന്താ പറയുക, ഇനി പുതിയ അലൈസ് വരും അവർക്ക്. ഏതെന്നറിയോ? അതായത് കുവൈറ്റ്, ഖത്തർ, UAE, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റിൻ ഇവരെല്ലാം ചേർന്നുകൊണ്ട് അതായത് ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു. ഇതാ പറഞ്ഞേക്കുന്നേ. നല്ല പരിപാടിയല്ലേ? അതായത് ഇസ്രയേലിനോടൊപ്പം ഇത്രയും ആളുകൾ പുറത്ത് നിർത്തിയിരുന്നാണ് ഈ പരിസരത്ത് പോലും കയറ്റാതെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ അവരെ ഈ സൗദിയുടെ പരിസരത്ത് ഒരു ജൂതന് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഇസ്രയേലിലെ ഒരാൾക്കും പോകാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ അവർ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതെല്ലാം അമേരിക്കയുമായിട്ടുള്ള ബന്ധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്ക പതുക്കെ ഇവരെയും കൂടെ കൊണ്ടുവന്ന് റെഡിയാക്കി എടുത്തു. ഏതായാലും ആയി. ഇനിയിപ്പം അവരോടൊപ്പം അമേരിക്ക പോയാലും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇവർ യുദ്ധം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയോ? അമേരിക്കൻ ബേസുകളുണ്ട്, അവിടെ നിന്നൊക്കെ അമേരിക്കക്കാർ പോയേ പറ്റുള്ളൂ, അതിന് സംശയമൊന്നുമില്ല. ഈ രാജ്യങ്ങളിലൊക്കെ അവിടെ ഇസ്രായേലിനെ പതുക്കെ ഓക്യുപ്പൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കാനുള്ള ഒരു മാർഗമാണ് ഇപ്പോഴും ഇസ്രായേൽ ചിന്തിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ അറബികൾക്കുണ്ടായാൽ നന്നായി. ബുദ്ധിയുള്ള ആകെ അറബ് ലോകത്ത് ബുദ്ധിയുള്ളതായിട്ട് ഞാൻ കാണുന്നത് ഇറാൻകാർക്കാണ്. അവരാവശ്യമില്ലാതെ ഒന്നും സംസാരിക്കത്തില്ല, അവർ പ്രവർത്തിക്കത്തേ ഉള്ളൂ. ഈ പത്രസമ്മേളനം അങ്ങോട്ട് കഴിഞ്ഞല്ലോ, ഇറാൻ്റെ ശക്തിയെല്ലാം അടിച്ചമർത്തിയെന്ന്. കഴിഞ്ഞ ഉടനെ ഭയങ്കര എക്സ്പ്ലോഷനാണ് ഇസ്രായേലുണ്ടായത്. ഇറാൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ശക്തിയെല്ലാം പോയി, അവരുടെ കയ്യിലൊന്നുമില്ല.
എന്നിട്ട് റെഷീം ചേഞ്ച് ഉണ്ടായി. സെക്കൻഡ് റെഷീമാണ്. അതിലാണ് അതായത് ഇവർ വിചാരിച്ചുകൊണ്ട്, കാരണം ഇവർ ആയത്തുള്ള അലി ഖൊമേനിയെ കൊന്നുകളഞ്ഞല്ലോ. അപ്പോൾ അതും അതിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഒക്കെ വധിച്ചു. അവിടെ അവശേഷിക്കുന്നത് മുസ്തഫ ഖൊമേനി മാത്രമാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ്. അപ്പം അവരൊക്കെ ലുണാറ്റിക് ആയിട്ടുള്ള ആളുകളാണെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ അവകാശവാദം. ഏതായാലും അവർ പറയുന്നുണ്ട്. പിന്നെ അവരുടെ ബാക്കി ഈ കാര്യങ്ങളൊക്കെ, അതായത് പാറകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഭൂമിയുടെ പ്രതലത്തിലുള്ള പാറകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ ഈ സാധനങ്ങളുണ്ടെന്ന് ഇയാൾക്കറിയാം. പക്ഷെ പറഞ്ഞുകൊണ്ട് ഒരു മാർഗവുമില്ല, അവിടെ ഒന്നും കയറാൻ ഒക്കത്തില്ല. പിന്നെ ഈ യുറേനിയം, അവരുടെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളത് 60% സമ്പുഷ്ടീകരിച്ചെന്ന് അവർ പറഞ്ഞു. ഇന്നലെ അതിൻ്റെ റിപ്പോർട്ട് വെളി വന്നത് 10 ദിവസം കൊണ്ട് അത് അവർക്ക് 90% ആക്കി വാർഹെഡിൽ ഉപയോഗിക്കാവുന്നതാക്കും. പക്ഷേ അവർ ഈ അമേരിക്കയോ ഇസ്രയേലോ ചെയ്യുന്നത് പോലുള്ള കുളരുതായ്മകൾ ഇത് ഉപയോഗിച്ച് ചെയ്യത്തില്ല. അത് അവരുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ അവർ ഉപയോഗിക്കുന്നത്, അതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ബന്ധപ്പാട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എന്നിട്ട് പറയാം, അത് ഇനി ഹോർമോസ് കടലെടുക്ക് തുറന്നില്ലെങ്കിൽ, ഇത് ഇന്ന് പറയുന്നതല്ല, ഇപ്പോൾ ഒരു മിനിറ്റ് പറയുന്ന ഒരു വാചകം പറഞ്ഞിട്ട് അടുത്ത വാചകം വേറെയാണ്. പിന്നെയും തിരിച്ച് വീണ്ടും അതിലേക്ക് പോകും. തുറന്നു കൊടുത്തില്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം, വളരെ ശക്തമായി അടിക്കും, ഇതൊക്കെ അങ്ങ് പറയും. പിന്നെ എല്ലാവർക്കും അകമ്പടി, കപ്പലുകൾക്ക് അത് കടന്നു പോകാനുള്ള അകമ്പടി കൊടുക്കുന്ന അമേരിക്ക. എളുപ്പമുള്ള കാര്യമല്ലേ? അതിലെ കടന്നു പോകാൻ ജീവനുള്ളവൻ അതിലെ കടന്നു പോകത്തില്ല ഇറാൻ്റെ അനുവാദമില്ലാതെ. അതിന് അകമ്പടിയും കൂടെ കൊടുക്കാൻ പോവുക എളുപ്പമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഷളത്തരങ്ങളിലേക്ക് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം ഉടനെയൊന്നും അവസാനിക്കുന്ന ഒരു പ്രതീതി കാണുന്നില്ല. ഇതുപോലെ ഈ വഷളത്തരം വിളിച്ചു പറയുന്ന ഒരാൾ കാരണം ലോകത്ത് തന്നെ സമാധാനമില്ലാതായി, നമുക്ക് ജീവിക്കാൻ പറ്റാതാകുന്നു. ഇവിടെ എല്ലാത്തിനും വില കൂടുതലല്ലേ. IOC ഇന്നലെ പ്രീമിയം പെട്രോളിന് വില കൂട്ടി, വളരെ വലിയ വിലയാണ്. 13 രൂപയിൽ കൂടുതൽ കണ്ട് കൂട്ടി വില കൂട്ടിയിട്ടുണ്ട്, ഒറ്റയടിക്ക് അടിച്ചിട്ടുണ്ട്. വിമാനക്കൂലി, ഈ ഇൻഡിഗോ അവരുടെ വിമാനങ്ങൾക്കെല്ലാം അവരുടെ യാത്രയ്ക്കെല്ലാമായിട്ട് 100 രൂപ മുതൽ 1000 രൂപ വരെ ഇന്ധന സർചാർജ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായിട്ട്. കൊള്ളാമല്ലോ. കാരണം ഇത് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്ന നമ്മളെയൊക്കെ അല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യാൻ മാർഗ്ഗമില്ല. ഇനി പെട്രോൾ ബങ്കുകൾ, അത് കുറച്ച് കഴിയുമ്പോൾ ഈ പെട്രോളിൻ്റെ വരവൊക്കെ അങ്ങ് നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കിത് കിട്ടണ്ടേ. അപ്പോൾ ചൈനയൊക്കെ സഹായിക്കാനാണ് ഇത് ചെയ്തേക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. നേരെ മറിച്ച് ചൈനയ്ക്ക് ഇതുകൊണ്ടുണ്ടായ ഉപദ്രവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവിടെ അവർക്ക് കിട്ടേണ്ട ക്രൂഡ് ഓയിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇറാനിൽ നിന്നാണ് അവർ കൂടുതൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. വെനസ്വേലയിൽ നിന്ന്, ഇറാനിൽ നിന്ന്, വെനസ്വേലയിൽ നിന്ന്. ഇതെല്ലാം ഇയാൾ ഇല്ലാതാക്കി മുഴുവൻ. അവരുടെ ആ സ്രോതസ്സുകൾ മുഴുവൻ ഇയാൾ നശിപ്പിച്ചു. സൗദിയിൽ നിന്നും ആണ് വന്നുകൊണ്ടിരുന്നത്. അതും പറ്റുന്നില്ല. ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം കാരണം ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ, ഒരു വിദഗ്ധനായിട്ടുള്ള ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. അയാൾ പറഞ്ഞത്, ഒരു യുദ്ധകാര്യ വിദഗ്ധൻ പറഞ്ഞത്, ഈ ഒരു 6 മാസം മുതൽ 2 വർഷം വരെ ഇതിപ്പോൾ നിന്നാൽ പോലും ഇതിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എടുക്കുമെന്നുള്ളതാണ്. അതായത് ഈ പാൻഡമിക് നമുക്ക് കൊറോണ ഉണ്ടായല്ലോ, കൊറോണ വൈറസ്, അതിനേക്കാളും അന്ന് ലോകം അനുഭവിച്ചല്ലോ, അതിനേക്കാളും ഗുരുതരമായിരിക്കും ഈ സ്ഥിതിവിശേഷം എന്നുള്ളതാണ് ഒരു യുദ്ധകാര്യ വിദഗ്ധൻ പറഞ്ഞത്. എന്തായാലും ബുദ്ധിമുട്ടായി നമുക്കെല്ലാം ചിന്തിക്കാം.